ഹലോ ഗൈസ്, ജിതിനാണ് ഈ ഒരു സ്പിരിച്വൽ വെടി. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള നെഗറ്റീവ് എനർജീസ് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന്. അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കുള്ളൂ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം. അപ്പോൾ കാണാത്തൊരു പോയ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ ഒന്നുകൂടി കാണുക. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ടൈപ്പ് ഓഫ് നെഗറ്റീവ് എനർജീസ് അറ്റാക്ക് നമുക്ക് വരാൻ ചാൻസസ് ഉണ്ടെന്ന്. ഒന്നാമത്തെ കേസാണ്, അതായത് ഈവിളை, കണ്ണേറ് ദൃഷ്ടിദോഷം. രണ്ടാമത്തേത് ബാധോപദ്രവം, അതായത് നമ്മുടെ കൂടോത്രം കാര്യങ്ങളൊക്കെ. മൂന്നാമത്തത് സോൾ അറ്റാച്ച്മെന്റ്, അതായത് നമ്മുടെ മേത്തോട്ട് പ്രേതം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരുന്നത്, അതിനാണ് സോൾ അറ്റാച്ച്മെന്റ്സ് എന്ന് പറയുന്നത്. അതൊരു വലിയ ടോപ്പിക്കാണ് ഈ സോൾ അറ്റാച്ച്മെന്റ്സ്. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കേസായ കണ്ണേറിനെ പറ്റി നമുക്ക് പറയാം. നമ്മളിപ്പോൾ കണ്ണേറ് കിട്ടി നമുക്ക് സംശയം അല്ല, ഇപ്പോൾ ഉറപ്പിച്ചു എന്ന് ഇരിക്കട്ടെ, നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം അതിനെപ്പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരിക, എസ്പെഷ്യലി വർക്കൊക്കെ കഴിഞ്ഞ് വരിക, അല്ലെങ്കിൽ ഒരു പാർട്ടിയൊക്കെ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഷ്റൂമിലോട്ട് പോണ സമയത്ത് കയ്യിൽ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് പോയിട്ട് നമ്മുടെ ബോഡിയിൽ ആ സകലം ഈ കല്ലുപ്പ് പുരട്ടിയിട്ട് ചൂടുവെള്ളത്തിൽ അങ്ങോട്ട് കുളിക്കുക. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി കയറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ദൃഷ്ടിദോഷം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് പോയിക്കോളും. രണ്ടാമത്തത് ഫയർ ടെക്നിക്ക്. എല്ലാവർക്കും അറിയാവുന്ന പരിപാടി, നിങ്ങളുടെ വീട്ടിൽ പണ്ടൊക്കെ ചെയ്തിരുന്ന പരിപാടി ഇപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ്. അതായത് ഒഴിഞ്ഞെത്തിക്കുക എന്ന് പറയുന്ന പരിപാടി. ഒഴിഞ്ഞെത്തിക്കുന്നതിനൊരു രീതിയുണ്ട്. ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് പോകും. ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഫുൾ 2 ഷീറ്റുള്ള ന്യൂസ് പേപ്പറിൻ്റെ 1/4 എടുക്കുക. ആ 1/4 കുറച്ച് കല്ലുപ്പ്, ഒരു വറ്റൽമുളക്, കുറച്ച് കടുക്, കുറച്ച് മഞ്ഞൾപ്പൊടി, പറ്റുമെങ്കിൽ ഒരു കർപ്പൂരം ഇട്ടിട്ട് നമ്മുടെ ബോഡിക്ക് വേറൊരാളുടെ സഹായം ഇന്ന് വേണം. സ്വയം ചെയ്യണേക്കാളും വേറൊരാൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ. അയാളോട് പറയാം നമ്മുടെ ബോഡീനെ ആ സകലം 7 വട്ടം ക്ലോക്ക് വൈസും 7 വട്ടം ആൻറ്റി ക്ലോക്ക് വൈസും എടുത്തിട്ട് ഇത് കൊണ്ടുപോയി നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്തോ അല്ലെങ്കിൽ സൗത്ത് സൈഡിലോ, അതായത് വെസ്റ്റിലോ സൗത്തിലോ കൊണ്ടുപോയിട്ട് കത്തിച്ചളയാം. വീടിൻ്റെ ഉള്ളിലിട്ട് ഒരിക്കലും കത്തിക്കരുത്, പുറത്തു കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ട് കത്തിച്ചളയാൻ നോക്കുക. ഓക്കെ, ഇങ്ങനെ കത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൃഷ്ടിദോഷം, കണ്ണേറ് കാര്യങ്ങളൊക്കെ പോകും. പിന്നെ നമുക്കിതിനെതിരെ ഒരു രക്ഷയെടുക്കാം എന്ന രീതിയിലുള്ള പരിപാടി ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. അത് ഞാൻ ഈ അടുത്ത് കണ്ടുപിടിച്ചൊരു പരിപാടിയാണ്, പക്ഷേ എഫക്റ്റീവാണ്. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫും എൻ്റെ അമ്മയൊക്കെ ആദ്യം ഇതിനെപ്പറ്റി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ കയ്യിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അവർക്ക് മനസ്സിലായി ഇതിൻ്റെ പവർ എന്താണെന്ന്. അത് ഈ സാധനമാണ്, ടൈഗർ ഐയും ബ്ലാക്ക് ടൂർമാലിൻ. ഇത് നെഗറ്റീവ് എനർജി അറ്റാക്സിന് ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റോണാണ്. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പഠിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് നല്ല സ്റ്റോണാണ്. നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ച് ഈ സാധനം സെലക്ട് ചെയ്യണം. ഇതിനെപ്പറ്റി, ഈ സ്റ്റോൺസിൻ്റെ സെലക്ഷനെ പറ്റി ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തുതരാം. ഇതാകുമ്പോൾ ഒരു 500 രൂപയ്ക്ക് ചിലവുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ നേടിയെടുക്കാം. ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ ഞാൻ ഡെഫിനറ്റ്ലി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. ഇത് ധരിക്കുന്നതും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജീസിൻ്റെ ഒരു അറ്റാക്കിനെതിരെ പ്രതിരോധിക്കാൻ പറ്റുന്നൊരു ബെസ്റ്റ് ഉപായമാണ്. ഇനി രണ്ടാമത്തെ കേസായ ബാധോപദ്രവം അല്ലെങ്കിൽ കൂടോത്രം. ഇപ്പം നിങ്ങൾക്കൊരു സംശയം, നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലും നിങ്ങൾക്ക് കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ ഈ പറയുന്ന കുറച്ച് വിദ്യകൾ നിങ്ങൾ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും റിസൾട്ട്സ് കിട്ടും. അതായത് വീടിൻ്റെ പരിസരങ്ങളിൽ ശംഖുപുഷ്പം ഉണ്ടാവും, വെള്ള കളറിലെ ശംഖുപുഷ്പം. ഇത് അറിയാം എന്ന് തോന്നുന്നു, എന്നാലും ഞാൻ പറയുകയാണ്, ശംഖുപുഷ്പം ഉണ്ടാവും. ഈ ശംഖുപുഷ്പത്തിൻ്റെ വേരെടുക്കുക. ആ വേരിൻ്റെ തൊലി എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് രാവിലെ തന്നെ, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ വെറും പശുവും പാലിൽ, പഞ്ചസാര ചേർക്കരുത്, പശുവും പാലിന് ഇത് നല്ലോണം അരച്ചിട്ട് ഒരു ഗ്ലാസ് കുടിക്കുക. അന്നത്തെ ദിവസം തന്നെ വൈകിട്ട് ഇതേപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് പാലും കൂടി കുടിക്കുക, ഈ ശംഖുപുഷ്പത്തിൻ്റെ വേരിട്ടിട്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് വാഷ്റൂമിൽ പോകുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഏറെക്കുറെ. പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ 7 ദിവസം അടുപ്പിച്ച് നമ്മുടെ നീല ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ട് വെള്ളം തിളപ്പിച്ച് കുടിപ്പിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കാൻ നോക്കുക ദിവസം. കാരണം നമ്മുടെ ബോഡിയിൽ 70% വെള്ളമാണ്. വെള്ളത്തിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക്. ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യാം, പോകും. അല്ല, ഇത് ഇത്രയും പണിയെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, കുറച്ച് പൈസ മുടക്കാൻ റെഡിയാണെങ്കിൽ വേറൊരു ഉപായം കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. കോട്ടയ്ക്കൽ ആയുർവേദശാലയിൽ പോവുക. നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പുകളുണ്ടോ, അവിടെ പോയിട്ട് കൈവശ പരിഹാര ഗുളിക എന്ന് പറഞ്ഞൊരു ഗുളിക മേടിക്കും കിട്ടും. ഒരെണ്ണത്തിന് 190 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ്. അത് മേടിച്ചിട്ട് 7 ദിവസം അടുപ്പിച്ച് കഴിക്കണം വെറും വയറ്റിൽ. വേറെ ഒന്നും ചായ കുടിക്കണതിന് മുന്നേ നമ്മൾ എഴുന്നേറ്റ് വന്ന പാടെ തന്നെ ഇത് ഒരെണ്ണം എടുത്തിട്ട് കുടിക്കുക. പറ്റുമെങ്കിൽ ചൂടുവെള്ളത്തിൽ കുടിക്കുക, ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളത്തിൽ കുടിക്കുക, അല്ലെങ്കിൽ നോർമൽ വാട്ടറിലും കുടിക്കുക 7 ദിവസം. ഇത് ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പോയിട്ടുണ്ട് ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവും.
ഇനി അതിനകത്ത് കിടക്കുന്ന എനർജി ഉണ്ടാവും. ഈ മന്ത്രവാദികൾ ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ ഈ പറയുന്ന ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭക്ഷണ പദാർത്ഥത്തിനകത്തിനോട്ട് സാധനം നമ്മുടെ വയറ്റിലോട്ട് എത്തുക, അങ്ങനെ നമ്മുടെ വയറ്റിൽ ചെന്നിട്ട് പ്രവർത്തനം ഉണ്ടാക്കുക. അതിനകത്തൊരു എനർജി കൂടി കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞ എനർജി കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതിനെ കളയാനുള്ള ഒരു വഴിയും കൂടി ചെയ്യണം. എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. അത് നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ശിവക്ഷേത്രമോ മുരുകക്ഷേത്രമോ ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടായെങ്കിലും പറഞ്ഞാൽ മതി. അവിടെ നിന്ന് കുറച്ച് പ്രസാദമായിട്ട് കുറച്ച് ഭസ്മം എടുത്തുകൊണ്ട് വരിക. ഈ ഭസ്മം കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ ബാക്കിലും നമ്മുടെ ബാക്കിലായിട്ട് തിരുമുക. ജസ്റ്റ് ഒന്ന് പെരട്ടി അടുപ്പിച്ച് കുറച്ച് നാൾ പെരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിലീഫ് കിട്ടും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞുള്ള ബാധോപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ പോകും. ഇതൊക്കെ ഒരു ലൈറ്റായിട്ടുള്ള ബാധോപദ്രവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇനി എൻ്റെ വീട് എറണാകുളത്താണ്. ഈ എറണാകുളത്തും ഈ തൃശ്ശൂരുള്ള കുറച്ച് അമ്പലങ്ങളുണ്ട്. എക്സാമ്പിൾ ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്താണെങ്കിൽ വെളുത്താട്ട് അമ്പലം, അല്ലെങ്കിൽ വെളുത്താട്ട് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രം, അല്ലെങ്കിൽ നമ്മുടെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. ദേവീ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇത് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കൊല്ലൂരൊക്കെ ഉണ്ട്. അവിടെ തേങ്ങ മുട്ടുക എന്നുള്ളൊരു വഴിപാടുണ്ട്. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് തേങ്ങ കൊണ്ടിരുന്നെങ്കിൽ ബെറ്റർ, അല്ലെങ്കിൽ അവിടെ നിന്ന് കടയിൽ നിന്ന് ഒരു തേങ്ങ മേടിക്കാം, ചീട്ടാക്കുക, രസീതാക്കുക, നിങ്ങളുടെ നാളം വരും പറഞ്ഞിട്ട് ഒരു ശത്രുമുട്ട് എന്ന് പറഞ്ഞ രീതിയിൽ മുട്ടുക. എന്നിട്ട് നമ്മളിത് കൊണ്ടുപോയിട്ട് ഈ തേങ്ങ കൊണ്ട് നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി പൂജിച്ചിട്ട് തേങ്ങ ഉടക്കുന്ന ഒരു സ്ഥലം ഉണ്ടാകും പുറത്ത്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണെങ്കിൽ കൊടുങ്ങല്ലൂർ പുറത്ത് വീരഭദ്രസ്വാമിയുടെ അവിടെ ഒരു 7 വട്ടം ചുറ്റിയതിന് ശേഷം കൊണ്ട് ഉടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം ബാധകൾ പോകും. അതിനുശേഷം വേറൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്നതിന് മുന്നേ അമ്പലക്കുളത്തിൽ പോയിട്ടൊന്ന് കൈയും കാലും കഴുകിയിട്ട് വേണം പോകാൻ. അന്നല്ലേ കംപ്ലീറ്റ് ആവുള്ളൂ. അല്ല, ചില ക്ഷേത്രങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വെടിവഴിപാട്? ഇതും ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ. നിങ്ങളുടെ നാളും വീരും പറഞ്ഞിട്ട് ഒരു വെടിവഴിപാട് എടുത്താൽ മതി, ശത്രുവെടി എന്ന് പറഞ്ഞ രീതിയിൽ. അത് നല്ല പവർഫുൾ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് നടത്തുക. അതിൻ്റെ സൗണ്ടും കേട്ടിട്ടാണ് വീട്ടിൽ പോയാൽ ചെറിയ ബാധോപദ്രവങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് മാറിപ്പോയിക്കോളും. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മഹാക്ഷേത്രങ്ങളായ ഗുരുവായൂർ, അതേപോലെ നമ്മുടെ ഈ പറഞ്ഞ പോലെ മൂകാംബികയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ് അടിച്ച് നെഗറ്റീവ് അടിച്ചൊക്കെ ഇരിക്കുള്ളൂ ചിലപ്പോൾ ഈ അമ്പലത്തിലോട്ട് പോകുന്നത്. പക്ഷെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. നമ്മൾ തൊഴുതിറങ്ങിക്കഴിഞ്ഞ് തിരിച്ച് വന്ന് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതേപോലെ നിന്ന് വീണ്ടും പിടിച്ചിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്പലത്തിലോട്ട് ഇത് കേൾക്കുമ്പോൾ കുറേ പേര് ചിരിച്ച് തള്ളലൊക്കെ ഉണ്ടാവും. പക്ഷേ വിശ്വാസമുള്ള കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടിയാണ്. അവർക്ക് അനുഭവമുള്ളവരാണ്. കാരണം ഇതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേട്ട് കുറേ പേര് ചിരിച്ചു തള്ളും, പക്ഷേ അനുഭവിക്കുന്ന കുറേ പേരുണ്ട്. ഞാനൊക്കെ അനുഭവിച്ച് നട്ടം തിരിഞ്ഞ ഒരാളാണ്, അതുകൊണ്ട് പറയാനാണ്. അപ്പോൾ ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ തിരിച്ച് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു തിരിച്ചു വരുന്നു, ഈ പറയുന്ന പഴയ പ്രശ്നങ്ങൾ തിരിച്ചു വരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാധ അമ്പലത്തിനുള്ളിലോട്ട് കയറുന്നില്ല, പുറത്ത് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ തൊഴുത് കഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്തു വന്നിരിക്കുന്നതാണ് വീണ്ടും. കേൾക്കുമ്പോൾ നല്ല രസമാണ്, പക്ഷേ സത്യം ഇതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില അമ്പലങ്ങളുടെ പുറത്ത് ദ്വാരപാലകന്മാർ, അതേപോലെ ബലിപീഠം, ഇതൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജീസിനെ അമ്പലത്തിനുള്ളിലോട്ട് കയറ്റാണ്ടിരിക്കാനുള്ള സംഭവങ്ങൾ പണ്ടുള്ള ആൾക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി പോകാത്ത കടുത്ത ബാധകളുണ്ട്. അത് ഈ സോൾ അറ്റാച്ച്മെൻറ്റ്സ്, അതായത് ഈ അബോർഷൻ സോൾസ്, അല്ലെങ്കിൽ ഈ ബാധോപദ്രവങ്ങൾ, പ്രേതോപദ്രവങ്ങളൊക്കെ. അതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മന്ത്രങ്ങൾ ദിവസം ചാൻറ്റ് ചെയ്യണമെങ്കിൽ ബെറ്റർ ആയിരിക്കുള്ളൂ. അതും നല്ലൊരാൾ, ഞാനൊരു വീഡിയോ അതിന് ചെയ്യാം. അതായത് നമ്മുടെ ത്രോട്ട് ചക്ര ഓപ്പൺ ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ആ മന്ത്രങ്ങൾ ചൊല്ലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ട് നിൽക്കും. മന്ത്രങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് കേട്ട് തുടങ്ങിക്കോ. വേണമെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ വരുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ വീഡിയോനകത്ത് കുറച്ചും കൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അഘോര മന്ത്രം, സുദർശന മന്ത്രം, ഈ 2 മന്ത്രങ്ങൾ ഞാൻ ചൊല്ലുന്നുണ്ട് പേഴ്സണലി. കാരണം എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയ 2 മന്ത്രങ്ങളാണ്. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞെന്ന 2 മന്ത്രങ്ങളും കൂടി തന്നെയാണ് ഞാനത് ചൊല്ലുന്നുണ്ട്. ഈ 2 മന്ത്രങ്ങൾ കേൾക്കുക ദിവസവും, അപ്പോഴും നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ബാധകൾ പോകും. ഇനി ഇതും കഴിഞ്ഞിട്ട് പോയിട്ടില്ലെങ്കിൽ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹീലറിനെ കാണുക, സ്പിരിച്വൽ ഹീലറെ കാണുക. പറയണം എനിക്ക് ബാധോപദ്രവം ഉണ്ട്, അല്ലെങ്കിൽ സോൾ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഇതെടുത്ത് നീക്കാൻ പറ്റുന്ന ഒരാളോടാണ് ചോദിച്ചിട്ട് തന്നെ നിങ്ങൾ പോയിട്ട് ഇത് ചെയ്യുക. അത്യാവശ്യം പൈസ വരുന്ന പരിപാടിയാണ്. എനിക്കറിയാവുന്ന ഒരാൾ എൻ്റെ കുറച്ച് പേരൊക്കെ ചെയ്യുന്ന പൈസ ഓൾമോസ്റ്റ്
പ്രേതം ബാധയൊക്കെ ആണെങ്കിൽ 13, മന്ത്രവാദം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 8, 9ഒക്കെയാണ് മേടിക്കുന്നത്. പക്ഷേ ഇത് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ലൈഫിൽ മുന്നേറാൻ പറ്റില്ല, നമ്മൾ അവിടെ കടന്നു പോകും, നമുക്ക് ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവും. ആൾക്കാരോട് നമ്മളിപ്പോൾ പോയിട്ട് സയന്റിഫിക് ലെവലിൽ പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കലും മാറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഫിസിക്കൽ ബോഡീനകത്ത് നമുക്ക് ചേഞ്ചസ് ആവും, പക്ഷേ എനർജി ബോഡീസിൽ വലിയ കാര്യങ്ങളുള്ളൊരു ചേഞ്ചസ് ഒന്നും വരില്ല. ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും കുറച്ച് സംശയങ്ങളുണ്ട്. നമുക്ക് ഇതൊക്കെ കണ്ണടച്ച് ഈ പൈസയ്ക്ക് ഇത്രയും വലിയ പൈസ കൊണ്ടിട്ട് പൊട്ടിക്കാൻ താല്പര്യമില്ലാത്തവർ ഇതിന് മുന്നേ ഒരു ടാറോ റീഡിങ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നല്ലൊരു ആസ്ട്രോളജിനടുത്ത് പോയിട്ട് നമുക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു നോക്കുക. ബെറ്റർ ടാരോ റീഡേഴ്സിൻ്റെ അടുത്ത് പോകണമായിരിക്കുള്ളൂ. നല്ല ടാരോ റീഡേഴ്സ് ഉണ്ടാവും നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരുടെയെങ്കിൽ, അല്ല നിങ്ങൾക്ക് അറിയാൻ അങ്ങനെ ആരും ഇല്ലെങ്കിൽ റെഫറൻസ് വേണമെങ്കിൽ ഞാൻ റെഫറൻസ് തരാം. സ്പിരിച്വൽ ഹീലേഴ്സിൻ്റെ റെഫറൻസ് വേണമെങ്കിലും ഞാൻ റെഫറൻസ് തരാം. എനിക്കറിയാവുന്നവരും വിശ്വസ്തരായിട്ടുള്ളവരാണ് അവർ. നിങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു തരും. ഇതിനെപ്പറ്റി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്യാമെന്ന്. അതിനെപ്പറ്റി വീഡിയോ ഞാൻ അടുത്തന്നെ ചെയ്യുന്നതായിരിക്കുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻസിൽ രേഖപ്പെടുത്തുക. എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുണ്ട്, യുവർ സ്പിരിച്വൽ ബഡി. അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണൽ മെസ്സേജസ് എനിക്ക് അയക്കാം. ഞാൻ കയറുന്ന മുറയ്ക്ക് ഞാനത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ റിപ്ലൈ തരാം. അപ്പോൾ മറ്റേ സോഴ്സിൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പം നന്ദി, നമസ്കാരം ഗൈസ്, താങ്ക് യു.